സുഹൃത്തുക്കളെ, നമ്മൾ കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്ത് വാങ്ങുമ്പോൾ അതിനകത്ത് DVD റൈറ്റർ വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അത് എങ്ങനെ റൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് പലർക്കും അറിയില്ല. എങ്ങനെയാണ് ഒരു DVD അല്ലെങ്കിൽ CD റൈറ്റ് ചെയ്യുന്നത്, നമുക്കത് എങ്ങനെയെന്ന് ഇവിടെ നോക്കാം. ഒരു DVD റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ട ഒരു ആപ്ലിക്കേഷൻ, നീറോ അല്ലെങ്കിൽ LG അതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ആദ്യം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്കതിലൊന്ന് നീറോ വെച്ച് ഇവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മളാദ്യം സ്റ്റാർട്ട് ബട്ടൺ സ്ക്രോൾ ചെയ്ത് Nero by Nero എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് ഇവിടെ CD ആക്കിയാൽ നമുക്ക് വേണം CD റൈറ്റ് ചെയ്യാം. DVD എന്ന ഡിസ്കിൽ നമുക്ക് CD റൈറ്റ് ചെയ്യാം. DVD ഡ്രൈവിൽ നമുക്ക് CD റൈറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് DVD ആക്കാം. ശേഷം ഇവിടെ കാണുന്ന ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ നമുക്ക് ആ ഫയലുകൾ എടുക്കാം. റൈറ്റ് ചെയ്യേണ്ട ഫയലുകൾ എവിടെ വെച്ചാൽ എടുക്കാം. നമുക്ക് ഈ നിന്ന് വെഡിങ് വർക്ക് അതിതാടി ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചില്ല. ശേഷം ശേഷം 3 ഈ 3 ഫയലുകളാണ് നമുക്ക് റൈറ്റ് ചെയ്യുന്നത്. ശേഷം ഇവിടെ കാണുന്ന ബേൺ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ സ്പീഡ് നമ്മൾ ഒരു 8:11 എന്നായി സ്പീഡ് എടുക്കാം. ഇതാണ് സാധാരണ യൂസ് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് വേണമെങ്കിൽ കോപ്പീസ് നമുക്ക് ഇവിടെ ഒരു 2 എന്ന് കൊടുക്കാം. ശേഷം ബേൺ എന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക് ടോപ്പ് ആണെങ്കിലും അത് ബേൺ എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയും നമ്മുടെ ഡ്രൈവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും. അതിലോട്ട് ഒരു DVD ഇടുകയും ശേഷം അത് അടയ്ക്കുകയും ചെയ്യുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DVD ഇടുകയേ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഓപ്ഷനും അവിടെ ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ നമുക്കിവിടെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കാണാം. ഇത് ഏതാണ്ട് ഒരു 3-4 മിനിറ്റോളം ഒരു റൈറ്റിംഗ് പുരോഗമിക്കുന്നതാണ്. അതിൻ്റെ ഏതാണ്ട് സാരാംശം മാത്രമേ ഞാൻ അവിടെ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത 2 കോപ്പി എന്നുള്ളതിൽ ഒന്നാമത്തേത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ DVD
ഉള്ളിൽ ഡിസ്കിലോട്ട് ഇട്ട് കൊടുക്കുക, ഡ്രൈവ് അടയ്ക്കുക. ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു DVD റൈറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ റൈറ്റിംഗ് സ്റ്റോപ്പായി പുറത്തേക്ക് വന്നാൽ പിന്നീട് ആ DVD ഉപയോഗിക്കാൻ കഴിയില്ല. ആ DVD വേസ്റ്റായി പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഈ റൈറ്റിംഗ് പുരോഗമിക്കുന്ന കാണാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പീസ് എന്നുള്ളത് ഞാനിപ്പോൾ കൊടുത്ത 2 എന്നാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഇവിടെ കൂട്ടാം. ഇപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത 2 ഡിസ്കും റൈറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്കത് ഓക്കെ കൊടുക്കാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റിങ്ങിന് പോകാം. ഈ രീതിയിൽ നമുക്ക് CD കൾ DVD കൾ ഇതേപോലെ റൈറ്റ് ചെയ്യാവുന്നതാണ്.